ഡെവലപ്മെന്റ് സീരീസിലെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു 6 month ഓൾഡ് ബേബിക്ക് ഉണ്ടായിരിക്കേണ്ട ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റ് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ ഒരു 6 month ഓൾഡ് ബേബി ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞിനെ നിങ്ങൾ കമഴ്ത്തി കിടത്തി കഴിഞ്ഞാൽ അവൻ്റെ 2 കൈയും നീട്ടി ആ കയ്യിൽ അവൻ്റെ ഭാരം അല്ലെങ്കിൽ അവളുടെ ഭാരം ഫുൾ നൽകി നെഞ്ചും തലയും പൊക്കാൻ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തുക എന്ന് വിചാരിക്കുക. അവൻ തിരിഞ്ഞ് മലർന്ന് കിടക്കുന്ന പോസ്റ്ററിലോട്ട് തനിയെ റോൾ ഓവർ ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ്, ആ കുഞ്ഞ് നിങ്ങൾ ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ സപ്പോർട്ടോട് കൂടി അവൻ്റെ കൈ മുമ്പോട്ട് കുത്തി സപ്പോർട്ടോട് കൂടി ഒരു 6 മാസം തികഞ്ഞ കുഞ്ഞ് ഇരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് 3 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഇനി നമ്മുടെ ഈ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടി പറയേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഈ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം കൂയിങ്, ഒരു കരച്ചിലല്ലാതെ ഒരു ശബ്ദം, മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങുക. അതോടൊപ്പം ചെയ്യുന്നൊരു മറ്റൊരു കാര്യമാണ് നാക്ക് പുറത്തോട്ടിട്ടിട്ട് എയർ ഇങ്ങനെ ബ്ലോ ചെയ്യുക. അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും, കുട്ടികൾ നാക്ക് ആ ഒരു ശബ്ദം ഉണ്ടാക്കുക. പിന്നെ മറ്റൊന്നാണ്, മൂന്നാമത്തെ ഒരു ലാംഗ്വേജ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ശബ്ദം ഒരു ടൈപ്പ് ഓഫ് സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവരത് മിമിക് ചെയ്യാൻ നിങ്ങളത് ഫോളോ ചെയ്ത്, അവർക്കത് പൂർണ്ണമായി പറയാൻ കഴിയൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങളെ മിമിക് ചെയ്യാൻ ശ്രമിക്കും. Oh gosh. Did you see who that was? Oh yeah. Did you say ba? Ba? ഇനി നമ്മൾ പറയുന്നത് 6 month ഓൾഡ് ബേബിയുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങളൊരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒറ്റ കൈ കൊണ്ട് തന്നെ അത് പിടിക്കാൻ ശ്രമിക്കും. എല്ലാ കുട്ടികളും അങ്ങനെ 6 month കഴിഞ്ഞ ഉടനെ അങ്ങനെ ആവണമെന്നില്ല, എങ്കിലും മെജോറിറ്റി കുട്ടികളും ഒരു കൈ കൊണ്ട് തന്നെ പിടിച്ച് ആ ടോയ് കളിക്കാൻ ട്രൈ ചെയ്യും. പണ്ട് 4 മാസത്തിലൊക്കെ എങ്ങനെയാണ്, ഒരു ടോയ് കാണിച്ചു കഴിഞ്ഞാൽ അവർ 2 കൈ കൊണ്ട് കൂടിയാണ് അപ്രോച്ച് ചെയ്യുക. ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഒറ്റ കൈ കൊണ്ട് തന്നെ പിടിക്കും. അടുത്തൊരു കാര്യമാണ്, കൈ കിട്ടിയ എല്ലാ ടോയും വായിലോട്ട് കൊണ്ടുപോകും. മൂന്നാമത്തെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്, കുഞ്ഞിന് ഭക്ഷണം വേണ്ട, അങ്ങനെ വല്ല അത് നമ്മൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവന് വാ അടച്ച്, നമ്മൾ ഭക്ഷണം കാണിക്കുമ്പോൾ വാ അടച്ച് പിടിച്ച് അതിനോട് എതിർപ്പ് കാണിക്കുന്നത് 6 monthലാണ്. അതുപോലെ അടുത്തൊരു കാര്യമാണ്, ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് തിരിച്ചറിയാൻ 6 മാസത്തിൽ തുടങ്ങും. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വീട്ടിൽ കാണുന്നവരെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയും, അവരോട് ക്വിക്ക് റെസ്പോൺസ് കാണിക്കും. അതുപോലെ അടുത്തൊരു കാര്യമാണ്, ആദ്യമായി കണ്ണാടി നോക്കി സ്വന്തം ഇമേജ് നോക്കി ചിരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് 6 monthലാണ്. അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ അത് അവർക്ക് ഹാപ്പി ആവും, അത് കാണുമ്പോൾ മനസ്സിലാവും, അത് 6 monthലാണ്. അപ്പം അവസാനത്തെ കാര്യമാണ്, കുട്ടി ലോഫിങ്, നല്ല ശബ്ദം ഉണ്ടാക്കി ചിരിക്കാൻ തുടങ്ങും. സ്മൈലിംഗ് അല്ല, സ്മൈലിംഗ് 2 month തൊട്ടേ ഒരു കുട്ടി സ്മൈൽ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ലോഫിംഗ് എന്ന് പറയുമ്പോൾ നല്ല ശബ്ദത്തോടു കൂടി നമ്മളൊക്കെ അഡൽട്ടൊക്കെ ചിരിക്കുന്ന പോലെ അങ്ങോട്ട് കളിപ്പിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ലോഫിംഗ് ചെയ്യുന്നത് 6 month ആകുമ്പോഴാണ് ഒരു പ്രോപ്പർ ലോഫ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു 6 month ഓൾഡ് ബേബിയിൽ ഉണ്ടായിരിക്കേണ്ട ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് ആസ് എ പാരന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടേണ്ടത്. ഇനി നമുക്ക് ഒരു 6 month ഓൾഡ് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കാൻ വേണ്ടി ആസ് എ പാരന്റ് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാം എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ എന്ന് പറഞ്ഞാൽ, കുട്ടി ഇങ്ങോട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി, നിങ്ങൾ അതുപോലത്തെ ഒരു ശബ്ദം തിരിച്ചുണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടി ഇങ്ങോട്ട് ചിരിച്ചു, ഉടനെ അതേ ചിരി തിരിച്ചു കൊടുക്കുക. അങ്ങനെ കുട്ടി ചെയ്യുന്നതിൻ്റെ അതേ സെയിം മിമിക് ചെയ്ത് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് ഈ ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യമാണ്. അത് കുട്ടിയിൽ ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കും. രണ്ടാമത്തെ കാര്യം, റീഡിങ്. ഒരു കളർഫുൾ ആയിട്ടുള്ള പിക്ചറുള്ള ഒരു ബുക്ക്, അതിലുള്ള വാക്കുകളും മറ്റും നിങ്ങൾ കുട്ടിക്ക് വായിച്ചു കൊടുക്കുക. ഇവിടെ റീഡിങ്ങിൽ മറ്റൊരു കാര്യം കൂടി CDC പറയുന്നുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുക്ക് നോക്കി കുട്ടി അതിലുള്ള ഇമേജ് നോക്കി കുട്ടി എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൽ ഒരു പൂച്ചയുടെ ചിത്രം കണ്ട് ആ ചിത്രത്തെ നോക്കി കുട്ടി എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി. അപ്പം നിങ്ങൾ തിരിച്ചു പറയാം, അതെ അതൊരു പൂച്ചയാണ്. അങ്ങനെ ചുമ്മാ പറയാം, നിങ്ങളുടെ സ്വന്തം സ്ലാങ്ങിൽ, സ്വന്തം ലാംഗ്വേജിൽ. കുട്ടി അതൊന്നുമല്ല ഉദ്ദേശിച്ചത് നമുക്കറിയാം, പക്ഷെ കുട്ടി ആ പിക്ചർ നോക്കി ഒരു ശബ്ദം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഉടനെ അതെ അതൊരു പൂച്ചയാണെന്ന് നമ്മൾ അങ്ങോട്ട് പറയാം. ഇത് ആ വാക്കുകൾ പിക്കപ്പ് ചെയ്യാനും ഒരു ഗുഡ് റെസ്പോൺസിനും സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ കുട്ടിയെ കൊണ്ട് പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വീടിനകത്ത് നിൽക്കുമ്പോഴോ ഓരോ കാര്യവും പോയിന്റ് ചെയ്തിട്ട് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. പോയിന്റ് ചെയ്യണം, കൈകൊണ്ട് ചൂണ്ടി അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. പുറത്തിറങ്ങുമ്പോഴാവാം, അല്ലെങ്കിൽ വീടിനകത്തിരിക്കുമ്പോഴാവാം, ഒരു യാത്രയിലാവാം. അപ്പോൾ എല്ലാ കാര്യത്തോടും പോയിന്റ് ചെയ്തിട്ട് അത് ഇന്ന സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത കാര്യമാണ്, നിങ്ങളെ കുഞ്ഞ് നിങ്ങൾ യാത്രയിലോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു വസ്തു നോക്കുകയെന്ന് വിചാരിക്കുക. ആ കുട്ടി പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റോട് കൂടി ഒരു വസ്തുവിനെ നോക്കി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ വസ്തു ചൂണ്ടിയിട്ട് ആ വസ്തുവിൻ്റെ പേരും അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷനും പറയാം. പേര് പറഞ്ഞാൽ തന്നെ 6 month പേര് പറഞ്ഞാൽ തന്നെ മതി, പക്ഷെ അവൻ നോക്കുന്ന അവൻ്റെ ഇൻട്രസ്റ്റ് ഓഫ് സൈറ്റിൽ ഉള്ള സാധനം ചൂണ്ടി വേണം പേര് പറഞ്ഞു കൊടുക്കാൻ. അതാണ് അടുത്ത കാര്യം. മറ്റൊരു കാര്യം ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നൊക്കെ മ്യൂസിക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പാടി കൊടുക്കുക. ഇത് അവരുടെ ബ്രെയിൻ സ്റ്റിമുലസ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്.
അടുത്ത കാര്യമാണ് സ്ക്രീൻ ടൈം. കാരണം 6 മാസമാണ് അവർ ചുറ്റുമുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഒബ്സർവ് ചെയ്തു തുടങ്ങുന്ന പ്രായമാണ്. അതുകൊണ്ട് ചുറ്റും അവർ നിങ്ങളോടൊപ്പം ഉള്ള സമയത്ത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം അവർക്ക് ഒരു കാരണവശാലും സ്ക്രീൻ നൽകാതിരിക്കുക. അടുത്തൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ മൂഡ് എങ്ങനെയാണ്, ലേൺ മൂഡ്. അതായത് കുഞ്ഞിൻ്റെ മൂഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ കുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഭയങ്കര ചിരിയാണ്, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ആ പ്ലേ കണ്ടിന്യൂ ചെയ്യുക. മറിച്ച് നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇറിറ്റബിൾ ആണ്, ക്രൈങ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിർത്തുക, മറ്റൊരു ഇതിലോട്ട് കടക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്ലേ അവിടെ നിർത്താം. അതാണ് ലേൺ മോഡ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കാര്യമാണ് കുഞ്ഞിനെ കമഴ്ത്തിയോ അല്ലെങ്കിൽ മലർത്തിയോ ഇട്ടിട്ട് സൈഡിൽ ടോയ് വെച്ച് കൊടുക്കുക. ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ടോയ് അല്ലെങ്കിൽ അവനെ കാണിച്ചുകൊണ്ട് തന്നെ ആ ടോയ് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് 2 കാര്യത്തിന് സഹായിക്കും. ഒന്ന്, ആ ടോയ് അവനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കും. ആ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിൽ ഇതുവരെ റോൾ ഓവർ ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ റോൾ ഓവർ ചെയ്യും എന്ന് പറഞ്ഞാൽ കമലാൻ പഠിക്കും. അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ അവനെ ഇതുവരെ കമഴ്ന്ന് വീട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുക, അതിന് വേണ്ടി സഹായിക്കുക. അതിനുള്ള മെത്തേഡാണ് തൊട്ടടുത്ത് ടോയ് വെച്ച് കൊടുക്കുക. ആ ടോയ് അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ശബ്ദം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ടോയ് ഉണ്ടെന്നുള്ള അവനെ കണ്ടിന്യൂസ് ആയി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ടോയ് അവനെ കൈ എത്താത്ത ദൂരത്തിൽ വെക്കുക. അപ്പോൾ അവൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവളെടുക്കാൻ വേണ്ടി ഒന്നുകിൽ കമഴുക അല്ലെങ്കിൽ തിരിഞ്ഞ് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് റോൾ ഓവർ ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയെ സഹായിക്കും. ഇനി അടുത്ത 6 മാസത്തിൽ അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അല്ലാതെ തന്നെ ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 6 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്തൊക്കെ കൊടുത്തു തുടങ്ങാമെന്ന് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ തന്നെ നമ്മൾ ഫീഡിങ് എന്ന പ്ലേലിസ്റ്റിൽ ഒരു 6 മാസമുള്ള കുട്ടിക്ക് ആദ്യമായി എങ്ങനെ ഫീഡ് കൊടുക്കുക എന്നുള്ളത് വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രായത്തിൽ അയണൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അയണൊക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്ന കാര്യങ്ങളാണ്. DHA കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അയൺ എന്താണ്? നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് കൊടുത്താൽ മതി. DHA ആണെങ്കിൽ മത്സ്യം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് 6 മന്ത് ഓൾഡ് ബേബിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആ ഫീഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഫീഡിംഗ് എന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് തപ്പി നോക്കി കഴിഞ്ഞാൽ 6 to 8 മന്ത് ബേബീസിൻ്റെ ഫീഡിംഗ് കാണാൻ പറ്റും. അതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് 9 മന്ത് ഓൾഡ് ബേബിയുടെ ഡെവലപ്മെൻറ്റുമായി അടുത്ത വീഡിയോ കാണാം.